എ ബുക്ക് ബ്രോക്കർ, ബി ബുക്ക് ബ്രോക്കർ. നമ്മുടെ ഫോറക്സിലെ ജെനുവനായിട്ടുള്ള ബ്രോക്കേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പല ബ്രോക്കേഴ്സും നമ്മൾ ചെയ്യുന്ന ട്രേഡ് റിയൽ എക്സ്ചേഞ്ചുമായിട്ട് കണക്ട് ചെയ്യാറില്ല. കാരണം ട്രേഡ് ചെയ്യുന്നവരിൽ 75% കൂടുതലും ലോസ് ഉണ്ടാക്കുന്നവരാണ്. ആയതുകൊണ്ട് തന്നെ റിയൽ മാർക്കറ്റിൽ കണക്ട് ചെയ്ത് ആ ഒരു പൈസ അവർക്ക് കിട്ടുന്നതില്ലാതാക്കാൻ അവർ ശ്രമിക്കാറില്ല. എന്ന് വെച്ചാൽ അവരെ എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്യുകയും നിങ്ങൾ എന്തായാലും ലോസ് ഉണ്ടാക്കും എന്നവർക്കറിയാം. സോ അത് അവരുടെ പോക്കറ്റിൽ തന്നെ ഭദ്രമായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതും. ഈ രീതിയിൽ റിയൽ എക്സ്ചേഞ്ചുമായിട്ട് കണക്ട് ചെയ്യാത്ത ആൾക്കാരാണ് നമ്മൾ ബി ബുക്ക് ബ്രോക്കർ എന്ന് വിളിക്കുന്നത്. പക്ഷേ 100% അക്കൗണ്ടുകളും കൃത്യമായിട്ട് എക്സ്ചേഞ്ചിൽ കണക്ട് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ബ്രോക്കേഴ്സും നമുക്ക് ചുറ്റിലുമുണ്ട്. പക്ഷേ വളരെ ചുരുക്കം, വിരലെണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള എ ബുക്ക് ബ്രോക്കേഴ്സ്, അതിന് എ ബുക്ക് ബ്രോക്കർ എന്നാണ് വിളിക്കുന്നത്. ആ ഒരു എ ബുക്ക് ബ്രോക്കറിനെ തിരിച്ചറിയുക വളരെ പ്രയാസമാണ്. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യുകയും അതിലൂടെ കൃത്യമായിട്ട് പ്രോഫിറ്റ് വിഡ്രോവൽ എടുക്കുകയും ആ ഒരു പ്രോഫിറ്റ് വിഡ്രോവൽ കറക്റ്റായിട്ട് തരുന്ന കാര്യത്തിലൂടെ മാത്രമേ നമുക്ക് ഒരു പരിധിവരെ ഇവരെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത് ട്രേഡിങ്ങിലേക്ക് വരുന്നവരെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല, ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് മാത്രം ചെയ്ത കാര്യങ്ങളാണ്. കാരണം ഈ ഒരു ബ്രോക്കേഴ്സ് ത്രൂ പേയ്മെൻറ്റ്, അതായത് വിഡ്രോവൽ കിട്ടാത്ത എത്രയോ ആൾക്കാരെ ചിലപ്പോൾ നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ആയതുകൊണ്ട് ഫോറക്സിലായാലും ഏതിലായാലും ഒരു ബ്രോക്കറിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിന് മുന്നേ അതിൻ്റെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ റിവ്യൂസും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്തും അന്വേഷിച്ചിട്ട് മാത്രം ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും.